ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് മുതൽ പുതിയതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡ്രീം ഡയറീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർന്ന് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ജോലി നേടാം, അല്ലെങ്കിൽ അതിന് വേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അതേപോലെ തന്നെ ടൂറിസ്റ്റായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വിസിറ്റിങ്ങിന് പോകുമ്പോൾ വേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ലീഗൽ സൈഡ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് സിംഗപ്പൂർ എന്ന രാജ്യത്തെപ്പറ്റി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എന്നേ ഉള്ളൂ. എല്ലാ രാജ്യങ്ങളെപ്പറ്റി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം. ഇത് ഉപകാരപ്രദമാകുന്ന ഒരുപാട് പേരുണ്ടാവും. കാരണം ജോലി അന്വേഷിക്കുന്നവരും അതേപോലെ തന്നെ ജോലി വാഗ്ദാനം ചെയ്യപ്പെട്ട് പ്രശ്നങ്ങളിൽ പെട്ടുപോകുന്ന ആൾക്കാരൊക്കെ കുറേ പേരുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് സിംഗപ്പൂർ ആസ് എ മലയാളി എങ്ങനെയാണ് സിംഗപ്പൂർ ഒരു ജോബിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അങ്ങനത്തെ കാര്യങ്ങളാണ് അതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ നിന്നും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഏജൻസികൾ പോലും സിംഗപ്പൂർക്ക് വേക്കൻസികൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. സിംഗപ്പൂർ വേക്കൻസികൾ സബ്ബായിട്ട് എടുത്ത് ചെയ്യുന്ന ഒരുപാട് ഏജൻസികളുണ്ട്, ഇല്ല എന്നല്ല, ഒരുപാട് ഏജൻസികൾ ചെയ്യുന്നുണ്ട്. എന്നാൽ മറിച്ച് ഡയറക്റ്റായിട്ട് സിംഗപ്പൂർ വേക്കൻസികളായിട്ട് ചെയ്യുന്ന ഏജൻസികളില്ല. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാ രാജ്യങ്ങളിലേക്ക് ആൾക്കാർ ജോലിക്കും കാര്യങ്ങൾക്കായിട്ട് പോകുന്നുണ്ട് എങ്കിൽ പോലും 84.2 or 3 ആണ് വിശ്വസിക്കുന്നത് % ആൾക്കാരും ജോലിക്കായിട്ട് പോകുന്നത് കേരളത്തിൽ നിന്നും ഗൾഫ് കൺട്രീസിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഗൾഫ് ഏജൻസികൾ ആണ് നമ്മുടെ കേരളത്തിൽ കൂടുതലുള്ളത്. അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസ്